ദ ആർട്ട് ഓഫ് സ്പെൻഡിങ് മണി എന്നുള്ള ബുക്ക് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് യൂട്യൂബ് വഴി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോഷ്യൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞ് 12ാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിനകത്തൊരു കഥ പറയുന്നുണ്ട്. കഥയെല്ലാം സംഭവിച്ച കാര്യമാണ്. ഫ്രാങ്ക് ലൂക്കാസിനെ കുറിച്ചാണ്. ഫ്രാങ്ക് ലൂക്കാസ് എന്ന് പറഞ്ഞാൽ 1970 1970 1 മില്യൺ ഒരു 1 മില്യൺ അതായത് 10 ലക്ഷം രൂപ ദിവസം സമ്പാദിച്ചുകൊണ്ടിരുന്ന ഒരു ഡ്രഗ് പെഡലറെ കുറിച്ചാണ്. അയാളെ പിടിച്ചിട്ടില്ലായിരുന്നു, പോലീസ് പിടിച്ചിട്ടില്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കയിലെ ഡ്രഗ് മാഫിയ, അതായത് ഹീറോയിൻ വിൽക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തെ പിടിക്കാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഇത്രയും വലിയ പണക്കാരനാണെങ്കിലും ഒന്നും തന്നെ എക്സിബിറ്റ് ചെയ്യുന്ന പരിപാടിയിലായിരുന്നു. അദ്ദേഹത്തിനെ എക്സിബിറ്റ് ചെയ്ത ഒരു അവസരത്തിലാണ് പോലീസ് പിടിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞ് അവസാനത്തിന്റെ ജീവിതാവസാനത്തൊക്കെ ആയപ്പോൾ അതിനൊരു അബദ്ധം പറ്റി. അതിനെക്കുറിച്ചാണ് ഈ ഒരു സംഭവത്തിൽ പറഞ്ഞത്. നമ്മുടെ പലതും എക്സിബിഷൻ, ഇപ്പോൾ ലോട്ടറി അടിച്ച് ഒരു പാപ്പറായി പോകുന്ന കാര്യം വെച്ചാൽ ആ പൈസ ഉണ്ടെന്നറിയുന്ന സമയം മുതൽ ഒരു സോഷ്യൽ ഡെപ്റ്റ് അയക്ക് വരികയാണ്. അത് പുറം ലോകം അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അയക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനൊക്കത്തില്ല. അതൊരു സോഷ്യൽ ഡെപ്റ്റ്, അതിനെക്കുറിച്ചൊക്കെ പറയുന്ന സംഭവമാണ്. ഈ ഫ്രാങ്ക് ലൂക്കാസിനെ ഇതുപോലെ പിടിക്കാതിരിക്കുന്നു. ഡ്രഗ് മാഫിയാണ്. ഒരു 10 ലക്ഷം രൂപ പെർ ഡേ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ സിമ്പിളായിട്ടൊരു ലൈഫ് ജീവിച്ചുകൊണ്ട് വലിയ കാറുകളോ കോസ്റ്റ്ലി സംഭവങ്ങളോ കോസ്റ്റ്ലി ആയിട്ടുള്ള ലക്ഷറി പാർട്ടികൾക്ക് ഒന്നും പോകാത്തതുകൊണ്ട് അദ്ദേഹം ബാക്കിയുള്ള എല്ലാ കഞ്ചാവുകാരന്മാരും ചെറിയ പൈസ ഉണ്ടായി കഴിയുമ്പോൾ ലക്ഷറിയസ് ആയിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവനെ പോലീസ് പിടിക്കും. ഈ ഫ്രാങ്ക് ലൂക്കാസിനെ പിടിച്ചിട്ടില്ല. അതാണ് 1970 ഈ കഥ പറയുന്നത്. 1970 സംഭവിച്ച ഈ കാര്യത്തിൽ അദ്ദേഹം എങ്ങനെയാണ് പിടിവീണെന്ന് വെച്ചാൽ, ഒരിക്കൽ മുഹമ്മദ് അലിയുടെ ഒരു ചെറിയ ഫൈറ്റ്, അതായത് 1971 ഫൈറ്റ് ഓഫ് ദ സെഞ്ചുറി എന്ന് പറയാവുന്ന ഏറ്റവും വലിയ സെഞ്ചുറിയിൽ നടന്ന ഫൈറ്റാണ് മുഹമ്മദ് അലിയും ജോ ഫ്രൈസറും തമ്മിൽ നടന്നത്. ജോ ഫ്രൈസറുമായിട്ടുള്ള ഫൈറ്റ് കാണാനായിട്ട് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായ ഫ്രാങ്ക് സിത്താര എന്ന് പറഞ്ഞൊരു സിനിമാ നടൻ ഉണ്ടായിരുന്നു. അതുപോലെ വൈസ് പ്രസിഡന്റ് സ്പൈറോ ആഗ്ന്യൂ ഉണ്ടായിരുന്നു. അതായത് ഫ്രാങ്ക് സിത്താര എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ഫേമസ് ആയ ഒരു ആക്ടറാണ്. അതുപോലെ വൈസ് പ്രസിഡന്റ് സ്പൈറോ ആഗ്ന്യൂ. ആ 1970 ഇവർ രണ്ടുപേരും മത്സരം കാണാനുണ്ടായിരുന്നു. ഈ ഡ്രഗ് പെഡലറായ ഇങ്ങനെ ആ സമയത്ത് ഒരു മണ്ടത്തരം കാണിച്ചെന്ന് വെച്ചാൽ, ഏകദേശം $1 ലക്ഷം വിലയുള്ള ഒരു കോട്ട് വിട്ട് അദ്ദേഹം ഈ മത്സരം കാണാനായിട്ട് വൈസ് പ്രസിഡന്റിന്റെ പുറകെ വന്നത്. അപ്പോൾ അദ്ദേഹം നോട്ട് ചെയ്യപ്പെട്ടു, പടങ്ങളിലെല്ലാം വന്നു. അപ്പോൾ പലരും പോലീസ് തന്നെ നോക്കി ഇത് ആരാണ്, എന്താണ് ഇയാളുടെ ബിസിനസ്, എന്താണ്, ഇതെല്ലാം പോലീസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഡ്രഗ് മാഫിയയുടെ ആളാണെന്ന് ഇങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ കൂടെ പിടികിട്ടുന്നത്. പോലീസിന്റെ നോട്ടിങ്ങിൽ പോലും അല്ലെങ്കിൽ സാധാരണക്കാർ വരത്തില്ല. പലപ്പോഴും ഒരുപാട് പൈസ ഉണ്ടാകുമ്പോൾ ഇത് എക്സിബിഷന് വേണ്ടി സോഷ്യൽ പ്രഷർ വരുമ്പോൾ ചെയ്യുന്ന കാര്യമാണ് സോഷ്യൽ ഡെപ്റ്റ്. സോഷ്യൽ ഡെപ്റ്റിൽ നിന്ന് മാറി നിൽക്കാനാണ് ഈ ബുക്കിനകത്ത് പറയുന്നത്. പല കാര്യങ്ങളെയും കൂടുതൽ എക്സിബിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ നോട്ട് ചെയ്യപ്പെടുമ്പോൾ അത് നമ്മുടെ പൈസ ഉണ്ടെന്നും മറ്റുള്ളവർ അത് വാങ്ങാനും ഒക്കെ വരും എന്നുള്ള പറഞ്ഞൊരു അഡ്വൈസ് പോലെയാണ് ഈ ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ ഡെപ്റ്റ് അതുപോലെ ലോട്ടറി അടിച്ചവർക്ക് പൈസ ഒരുപാട് ഉണ്ടാകുമ്പോൾ 6 മാസത്തിനകത്ത് കടന്നുപോയ യൂസിലെ ലോട്ടറി അടിച്ചവരുടെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ബുദ്ധിപൂർവ്വം ഇപ്പോഴത്തെ ലോട്ടറിക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും സോഷ്യൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞ മനുഷ്യന്റെ വെട്ടത്തോട് വരുമ്പോഴത്തേക്കും അതിനെ മാനേജ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവരുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു നാശത്തിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ വളരെ സീക്രട്ടായിട്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം എന്നൊക്കെയാണ് ഈ ബുക്കിൽ